നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ നാളെ വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള തങ്ങളുടെ അവസാന സന്നാഹ മത്സരത്തിൽ ഈജിപ്തിനെതിരെ കളിക്കുകയാണ്. ആ കളിക്ക് നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. അദ്ദേഹം പരിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ടീമിനോടൊപ്പം ഈ മത്സരം നടക്കുന്ന വേദിയിലേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്യുകയുമില്ല. ന്യൂജേഴ്സിയിൽ തന്നെ അദ്ദേഹം തങ്ങും. അവിടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് നെയ്മർ മുന്നോട്ട് പോകും. വേൾഡ് കപ്പിലെ ആദ്യ കളിക്ക് ഒരു പക്ഷേ അദ്ദേഹം ഉണ്ടായില്ലെങ്കിലും രണ്ടാം കളിക്ക് എന്തായാലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീൽ ടീം മാനേജ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പരിക്കും പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. എന്നിട്ടും നെയ്മർ എന്തുകൊണ്ട് ടീമിലെടുത്തു? എപ്പോഴാണ് നെയ്മർ ടീമിലെടുക്കാൻ തീരുമാനിച്ചത് എന്ന ചോദ്യം ബ്രസീൽ ടീമിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, നെയ്മർ ജൂനിയർ കൺസിസ്റ്റൻ്റായിട്ട് ബ്രസീലിയറോ കളിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പം ഞാൻ തീരുമാനിച്ചു. ആ മൊമെൻറ്റിലാണ് ഞാൻ തീരുമാനിച്ചത്. ഈ വേൾഡ് കപ്പിന് മുമ്പുള്ള അവസാനത്തെ കുറച്ച് സമയത്ത് എന്ന് പറഞ്ഞാൽ മാർച്ചിലെ ഫിഫ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം നെയ്മർ സ്ഥിരമായിട്ട് സാൻഡോസിൽ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ തീരുമാനമെടുത്തത്. ഏപ്രിലിൽ കൺസിസ്റ്റൻ്റ്ലി അദ്ദേഹം കളിച്ചു, അതും മികച്ച നിലവാരത്തിൽ തന്നെ കളിച്ചു. അപ്പോൾ എനിക്ക് തോന്നി യെസ് സമയമായെന്ന്. അപ്പോൾ ടീമിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പരിശോധിച്ചു. അതിൽ നിന്നാണ് നെയ്മർ ജൂനിയർ എടുക്കുക എന്ന തീരുമാനത്തിലേക്ക് ഞാൻ പോയത്. ഇപ്പോൾ നെയ്മറെക്കുറിച്ച് ചർച്ച എടുക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ രൂപത്തിൽ വാർത്തയാവും. അതെല്ലായിടത്തും, എല്ലാ മേഖലയിൽ നിന്നും, എവിടെ പോയാലും, എയർപോർട്ടിലും റെസ്റ്റോറൻറ്റിലും എവരിവെയർ നെയ്മറെ ഞാൻ എടുക്കുകയോ ഇല്ലയോ, അതായിരുന്നു പല ബ്രസീലിയൻ ആരാധകർക്കുള്ള വലിയ സംശയം. നോർമലാണ്. കാരണം ഫുട്ബോൾ എന്നുള്ളത് ബ്രസീൽ പോലൊരു രാജ്യത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടുത്തെ ആളുകൾ അവരുടെ ദേശീയ ടീമിനോട് കാണിക്കുന്ന സ്നേഹം മറ്റെവിടെയും കാണാത്ത ഒന്നാണ്. അനിതര സാധാരണമാണ്. മറ്റൊരു രാജ്യവും ഇത്തരത്തിൽ തങ്ങളുടെ ദേശീയ ടീമിനെ സ്നേഹിക്കുന്നുണ്ടാവില്ല. ഇൻ ദാറ്റ് റിഗാർഡ് ബ്രസീൽ ഈസ് യുണീക്ക് എന്ന് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ഇതുപോലെ ദേശീയ ടീമിനെ സ്നേഹിക്കുന്ന ഒരു ജനത ലോകത്ത് മറ്റൊരു രാജ്യത്തും ഉണ്ടാവില്ല. പിന്നെ വേൾഡ് കപ്പ്, 6ാം വേൾഡ് കപ്പ് കിരീടം ബ്രസീൽ നേടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നു കഴിയും. നമുക്ക് 6ാം ലോക കിരീടം നേടാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കളിക്കാർക്കിടയിൽ ഒരു ഹൈ എക്സ്പെക്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ വളരെ വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മോട്ടിവേഷനും വലുതായിരിക്കും എന്ന് വളരെ ഫിലോസഫിക്കലായി പറഞ്ഞിട്ടാണ് ആഞ്ചലോട്ടി അവസാനിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.